ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പവിത്രം പ്രൊമോ സീരിയലിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലേ, ഇന്ന് വരാനിരിക്കുന്ന മഹാ എപ്പിസോഡിനെ കുറിച്ച്. 1 മണിക്കൂറോളം 8 മണി മുതൽ 1 മണിക്കൂറോളം നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ ഇൻട്രോ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയിരിക്കുന്ന രംഗം, നമ്മുടെ മുത്തച്ഛൻ നന്ദുവിൻ്റെ കോള് എടുക്കുകയും അതിനെ നന്ദുവിനെ ഉപദേശിച്ച് വേണ്ടുന്ന രീതിയിൽ മോള് പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയും ജലജയും കൂടെ പറയുന്നുണ്ട്, ഇനി അച്ഛനെ ധിക്കരിച്ച് അവൾ വീണ്ടും ഇതിലോട്ട് വരികയാണെങ്കിൽ അച്ഛൻ്റെ വാക്കുകൾക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ് അവൾ കൽപ്പിക്കുന്നതെന്ന് നമ്മുടെ ജലജയും ജാനകിയൊക്കെ പറയുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അമ്മായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്. നന്ദു പക്വതയുള്ള കുട്ടിയും അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന കുട്ടിയാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ് കഴിഞ്ഞ ദിവസം. ഇനി വരാനിരിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ, മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നന്ദുനാകെ ടെൻഷനാണ്. നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത ഒരു വ്യക്തിയാണ്, അവൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ നന്ദുവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ വേഗം തന്നെ അവൾ ആദർശേട്ടനെയും നയനേനെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് നന്ദു അവരെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോകണം. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയുന്നുണ്ട്, ഞാൻ ഒരു നടുക്കടലിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ്, അനിയുടെ കാര്യത്തിൽ എനിക്ക് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനും പറ്റില്ല, എന്നാൽ മിണ്ടിയില്ലെങ്കിലോ അനന്തപുരിയിൽ അതിൽ നിന്നും വലിയ പുല്ലാപ്പം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും നന്ദു പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യാനില്ല, ഇതിനൊരു പോകുമ്പോഴേ നീ ഒരു വിവാഹം കഴിച്ചാൽ അനി അടങ്ങി നിന്നോളും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത എൻ്റെ ഒരു ഫീൽഡ് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ജോലി കുറച്ച് നാളെങ്കിലും ആസ്വദിച്ച് ചെയ്യണം എന്ന രീതിയിൽ നന്ദു പറഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നേരെ ആദർശേട്ടനെയും നൈനയും അവിടെ റോഡിൽ വെയിറ്റ് ചെയ്യുന്നു. അവളും പോയി കണ്ട് സംസാരിക്കണം, ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് കളഞ്ഞാലോ എന്ന് വരെ ചിന്തിക്കുകയാണ്. കാര്യം അനി അമ്മാതിരി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും മുത്തച്ഛനോട് മുത്തച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് ദൂര സ്ഥലത്തേക്ക് എവിടെയെങ്കിലും ട്രാൻസ്ഫർ മേടിച്ച് തന്നാലും മതിയെന്ന്. കാര്യം അവൾ അത്രയ്ക്കൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നേരിടുന്നത്. അവൾ കാരണം ഒരു കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അനിയുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മോളെ നീ സമാധാനപ്പെട്, നമുക്കൊരു തീരുമാനം എടുക്കാം, എടുത്ത് ചാടി നീ ഒന്നും ചെയ്യേണ്ടെന്ന് നയനയും ആദർശം പറയുകയും, മോളെ നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായി പോയതുകൊണ്ടാണ് അവൻ ഈ പ്രാന്തൊക്കെ കാണിക്കുന്നതെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശനോട് പറഞ്ഞൊരു തീരുമാനം എടുക്കുക, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നന്ദു ഒരുപാട് വിഷമിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നമ്മുടെ ആദർശും നയനയും തറവാട്ടിലോട്ട് വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുകയും നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ദൂര സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമാവത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. അപ്പോൾ മുത്തശ്ശൻ പറയും, എന്തായാലും നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കാം, എല്ലാവരും പെട്ടെന്നൊക്കെ ഒരു ട്രാൻസ്ഫർ മേടിച്ച് ഒരു SI പോസ്റ്റ് കിട്ടി പോയാൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വളരെ കഷ്ടം പിടിച്ച സ്ഥലങ്ങളായിരിക്കും, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവരോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ അനാമികയുടെ വീടാണ്. അതായത് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, പലിശക്കാരനെ ഞാൻ കണ്ടായിരുന്നു എന്നും അയാൾക്ക് ഇനി ഒരു 4-5 ലക്ഷം രൂപ കൊടുത്തു നിർത്തേണ്ടി വരും. അപ്പോൾ അനാമികയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കണം. അതായത് അവിടെ ഒരു വലിയ ഗൂഢാലോചനയാണ്. അനാമികയും അച്ഛനും അമ്മയും ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് എന്തൊക്കെ ഇനി വരുന്നതിന് മുന്നേ കൊണ്ടുവരാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ അനിയുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ചിലപ്പോൾ മുത്തച്ഛനോ മുത്തശ്ശിയോ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. എന്തായാലും നമ്മൾ പോകില്ല എന്നുള്ളത് മുത്തശ്ശനെ അറിയിച്ചു. മുത്തശ്ശൻ ഇതിനിടയിൽ വേണുവിനെ വിളിച്ചപ്പോൾ വേണു പറഞ്ഞ മോൾ ഒരേ കരച്ചിലാണ്, അവൾ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് വെച്ചുമല്ലോ. അപ്പോൾ ഇനി ചിലപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ നിൻ്റെ അനിയുടെ അമ്മയോ ആരെങ്കിലും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. അപ്പോഴും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണമെന്ന് പറയും. എന്നാലേ നമുക്ക് വലിയ വലിയ പാരിതോഷികങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നും നമ്മുടെ ഈ പലിശ കടങ്ങളൊക്കെ ഒന്ന് തീർത്ത് നമുക്കൊരു നല്ല രീതിയിൽ എത്തണം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് അനാമികയെ മനസ്സിലാക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനത്തെ പല സിറ്റുവേഷനുകളും അവിടെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദർശും നയനയും വന്ന് മുത്തശ്ശിനോട് നന്ദു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ട്രാൻസ്ഫർ വേണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ അനി ഇങ്ങനെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അനിക്ക് ആകെ വിഷമാവുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അനി നേരെ അനിയുടെ അമ്മയുടെ റൂമിൽ പോയി അവൻ്റെ മൊബൈൽ തപ്പാണ്. കാരണം നന്ദുവിനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കാനും മറ്റുമായിരിക്കും. പക്ഷേ മൊബൈൽ കിട്ടില്ല, പകരം അമ്മയുടെ മൊബൈലാണ് കിട്ടുന്നത്. എന്നിട്ട് അതിലെടുത്ത് അവളെ
കോൾ ചെയ്ത് നോക്കുമ്പോൾ അവളെ കോള് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഇരുന്ന് ആലോചിക്കണത് ഇനി എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് അനാമിക മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ അവരുടെ ഇളയ ചെറുമകനാണെങ്കിലും അവൻ വിവാഹം കഴിഞ്ഞ കുട്ടി പിണങ്ങിപ്പോയിക്കണം. കാര്യം അവൻ്റെ ചെറുമോൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ അനാമികയുടെ ഭാഗത്തും തെറ്റുണ്ട്. അവരെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണല്ലോ. അല്ലാണ്ട് ഈ അനാമികയെ കുറിച്ചൊന്നും നല്ല രീതിയിലൊന്നും അവർ കേട്ടിട്ടില്ല. മീൻസ് നല്ല അഭിപ്രായങ്ങളൊന്നും അവളെക്കുറിച്ചാണെങ്കിലും അവർക്കില്ല, അറിയാം. പക്ഷേ എങ്കിലും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ച് പോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അവരും നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ജാനകി നീ പോയി അനാമിക മോളെ കൂട്ടിക്കൊണ്ട് വരണം. ഇല്ല അച്ഛാ എനിക്ക് പറ്റില്ല. കാര്യം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലോ അവളുടെ ചോദ്യത്തിന് മുന്നിലോ ഞാണം കെടാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ എന്നെക്കൊണ്ട് പറ്റില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് ജാനകി പതുക്കെ ഒഴിഞ്ഞു മാറിയാണ്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ചെന്നിട്ട് ദേവ്യാനീനോടും നമ്മുടെ അജയനോടും പറയാണ്, നിങ്ങൾ പോയി അനാമിക മോളെ കൂട്ടിക്കൊണ്ടുവരണം. നീ മൂത്ത വല്യമ്മല്ലേ, നിനക്ക് പറ്റില്ലേ, വല്യച്ഛനും വല്യമ്മല്ലേ, നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരണം. അപ്പം ദേവ്യാനി പറയണം, അച്ഛൻ ഇന്ന് വരെ ഒരു കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ധിക്കാരമായി കാണരുത്. പക്ഷെ അനാമികയെ കൂട്ടിക്കൊണ്ടുവരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്താണ് ഓക്കെ ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാനും മുത്തശ്ശിയും കൂടെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയും. അപ്പോൾ അജയൻ പറയാം, അച്ഛൻ പോകണ്ട, അച്ഛൻ അവിടെ ഒന്നും പോകണ്ട, നീയാണോ തീരുമാനിക്കുന്നത്, നിനക്ക് പറ്റില്ലല്ലോ, ഇനി എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്, നീ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ദേഷ്യം വരും അജയനോട്. അജയനോട് മോൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് മൂർത്തിയും ഭാര്യയും റൂമിലോട്ട് പോവാണ്. എന്നിട്ട് അവർ പിന്നെ നേരെ വേണുവിനെ വിളിച്ചിട്ട് പറയാണ്, അവരാരും മോളെ കൊണ്ടുപോകാൻ വേണ്ടി വരില്ല, ഞാനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്, അനാമിക മോളുടെ അടുത്ത് റെഡിയായിട്ട് നിൽക്കാൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അനി. എന്ത് ചെയ്യണമെന്നറിയാണ്ട് എന്തായാലും അവൾ വീണ്ടും വരും എന്നുള്ള കാര്യം അവന് ഉറപ്പായി. അപ്പോൾ അനി ഇനി എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് വേണുവിനൊക്കെ വലിയ സന്തോഷം. കാര്യം മുത്തശ്ശൻ വിളിച്ചൊക്കെയാണല്ലോ. അപ്പം മുത്തശ്ശനോട് വേണു പറയും, വേണ്ട, അനിയുടെ അമ്മയോ മറ്റോ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്നാണ് കരുതിയത്, പക്ഷേ സാറും വൈഫും പിന്നെ മുത്തശ്ശിയും വരണ്ട, മോളെ ഞാനും അവളും കൂടെ കൊണ്ടുവന്ന് അവിടെ ആക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്ന് വെച്ചാൽ അവൾക്ക് ഇതുപോലെയുള്ള സിറ്റുവേഷനുകളും ഇനി താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മോളെ അങ്ങോട്ട് പൊക്കി വിടുകയാണ് വേണു. അപ്പോൾ മുത്തശ്ശൻ പറയണത് അതൊക്കെ നമുക്ക് സംസാരിച്ച് അതിനൊക്കെ ഒരു തീരുമാനം എന്തായാലും എടുക്കാം, താൻ എന്തായാലും മോളെയും കൂട്ടി പോരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഫോൺ മേടിച്ചെടുക്കാണ്ട് എന്നിട്ട് വേണുവിൻ്റെ അടുത്ത് പറയണം, അനാമിക മോളുടെ അടുത്ത് പറയണം, അവൾ വരുമ്പോൾ മുത്തശ്ശി അവൾക്ക് വലിയൊരു സമ്മാനവും കൂടെ കരുതി വെച്ചിട്ടുണ്ട്. അവരെ തറവാട്ടിൽ അങ്ങനെയാണ്, അങ്ങനെ ഒക്കെ ഒരു വിഷമത്തോടെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരെ ഒരുപാട് വിലയേറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക, അത് അവരുടെ ഒരു രീതിയാണ്. ഇതിനു മുന്നേ നയനയും നവ്യൊക്കെ ഇങ്ങനെ പോയി എന്തോ മാറി നിന്ന സമയത്തും അവർക്ക് വന്നപ്പോൾ ഇതുപോലെ സ്വർണ്ണങ്ങളും മറ്റുമൊക്കെ കൊടുത്താണ് അവരെ സന്തോഷിപ്പിച്ചും എന്ന് വെച്ചാൽ മക്കൾക്ക് സ്നേഹത്തോടെ അവരെ ഒന്ന് സ്വീകരിക്കുന്നതാണ് അവർ. അങ്ങനെ ആ ഒരു ഇത് കേട്ടപ്പോൾ വേണുവിനും അനാമികയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം, തയ്യാറാവാമെന്നും പറഞ്ഞുകൊണ്ട് അവർ റെഡി ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അജയനും ദേവിയാനിയും നമ്മുടെ ആദർശും നയനയും കൂടെ സംസാരിക്കുകയാണ്. നമ്മൾ പോയില്ലെങ്കിൽ എന്തായാലും അച്ഛനും അമ്മയും അവിടെ പോയി, അവളെ അച്ഛനും അമ്മയും കൂടെ പോയി കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വീട്ടിലൊന്നും നിൽക്കേ വേണ്ട. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഒരു വിഷവിത്തിനെയാണ് അച്ഛനും അമ്മയും കൂടെ പോയി കൊണ്ടുവരണം, ഇനി എന്ത് ചെയ്യും, നമ്മളിതിനെ തടുക്കാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അനി വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് മാറി നിന്ന്. അപ്പോൾ എന്നിട്ടാണ് നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മുമ്പ് നവ്യേനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി, കുഞ്ഞിനെ വയറ്റിൽ വെച്ച് കൊല്ലാൻ വേണ്ടി തന്നെ ആ പാലിൽ വിഷം ചേർത്തത് അനാമികയാണെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതെങ്ങനെ അച്ഛനോട് പറയും എന്നുള്ളതോർത്ത് അവരെല്ലാവരും ടെൻഷൻ അടിക്കണം. അപ്പോൾ അനി ആകെ ടെൻഷനാവും, ഇതെന്തായി കേൾക്കുന്നത്. അപ്പോൾ വല്യമ്മയ്ക്ക് ഒരു പാല് കുടിച്ചതുകൊണ്ട് എന്തോ കരളിന് ബുദ്ധിമുട്ട് വന്നതല്ല, പാലിൽ വിഷം ചേർത്തു, അനാമിക അവളുടെ അമ്മയോ. അനി ഷോക്ക്ഡ് ആവേണ്ട, കാരണം വെച്ചാൽ അനി ഈ സംഭവം ഇപ്പം അറിയുന്നേ ഉള്ളൂ, ഇത് എത്രയും വേഗം മുത്തശ്ശൻ അറിയിക്കണമെന്ന് അവൾ പറഞ്ഞ് അനി നിൽക്കുകയാണ്. അപ്പോൾ അജയനും അവരൊക്കെ ചർച്ച ചെയ്യണം, ഇനി അവളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി ആർക്കൊക്കെ അവൾ വിഷം തന്നെ, എന്തുറപ്പില്ല നമ്മളിവിടെ ജീവിക്കണേ, അതുകൊണ്ട് അവളെ ഇനി ഈ അനിയുടെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റണം, അവളെ ഇവിടെ നിർത്താനേ പറ്റില്ല എന്നുള്ളതാണ് അജയൻ്റെയും ആദർശിൻ്റെയും ദേവാനിയുടെയും നയനയുടെയും ഒക്കെ തീരുമാനങ്ങൾ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇത് അനി കേട്ട പാടെ തന്നെ മുത്തശ്ശൻ്റെ റൂമിലോട്ട് ചെല്ലണം. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അനാമിക മോള് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് നല്ലപോലെ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. സമ്മാനം കൊടുക്കണമല്ലോ, അത്രയും നല്ല മുതലാണല്ലോ വരുന്നത്.
അനി വേഗം മുത്തശ്ശിയുടെ റൂമിലൂടെ ചെല്ലുമ്പോൾ അനാമിക മോളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴാണ് അനി പറയുന്നത്, മുത്തശ്ശൻ അറിയാത്ത പല സംഭവങ്ങളും ഈ തറവാട്ടിൽ നടക്കുന്നുണ്ട്. മുത്തശ്ശൻ അറിഞ്ഞോ, നമ്മുടെ വല്യമ്മക്ക് കരളിന് ഒരു പാല് കുടിച്ചത് കൊണ്ട് വന്ന ബുദ്ധിമുട്ടല്ല, അതിൽ അനാമികയും അവളുടെ അമ്മയും നവ്യേട്ടത്തിനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് നയനേട്ടത്തിൽ കാച്ചി വെച്ച പാലിൽ വിഷം ചേർത്തതാണെന്ന് പറയുന്നു. അപ്പോൾ മുത്തശ്ശൻ ഷോക്ക്ഡ് ആവണം, ഇതെന്തായി കേൾക്കുന്നേ, അനാമികയും അമ്മയോ വിഷം ചേർത്തുന്നോ? മുത്തശ്ശിയും ആകെ ഞെട്ടിത്തെറിക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ നയനയും മുത്തശ്ശിയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ബാക്കി ഒരുവിധം എല്ലാവർക്കും അറിയാം, നവ്യയ്ക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും, ബാക്കി നമ്മുടെ നയനയ്ക്കും ദേവയാനിക്കും ആദർശിനും അജയനും ഒക്കെ ഈ സംഭവങ്ങൾ അറിയാം. അതുപോലെ നമ്മുടെ ജയനും അറിയാം. ജയൻ അന്ന് ജാനകിയോട് പറഞ്ഞാണല്ലോ അവളാണ് ഈ വിഷം ചെയ്തത്. പക്ഷെ ജാനകി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കേട്ട് മുത്തശ്ശൻ ആകെ ഷോക്ക്ഡായി പോവുകയാണ്. നീ എന്തായി പറയുന്നത്? നീ കഥയും കവിതയൊക്കെ എഴുതാനുള്ള കഴിവുള്ള ആളാണ്. നീ ഇനി അനാമിക മോള് വരാതിരിക്കാൻ വേണ്ടി നീ പറയുന്ന അടുത്ത നമ്പറാണോ? ഇല്ല മുത്തശ്ശ, അവിടെ ഹാളിലിരുന്ന് അവരെല്ലാവരും പറയുന്നത് ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടിട്ട് വന്നതേ ഉള്ളൂ. മുത്തശ്ശൻ വേണമെങ്കിൽ ഇപ്പം തന്നെ അവരോട് പോയി തിരക്കാൻ വേണ്ടി അനി പറയുന്നുണ്ട്. മുത്തശ്ശി ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്നിട്ട് നേരെ പോവാണ്. ചെന്നിട്ട് നമ്മുടെ അജയനും ആദർശും എല്ലാവരും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ അവിടെ ഇരിക്കും. ഇത്രയും നാൾ എനിക്ക് അസുഖമായതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഈ അറിയുന്നത്, നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അവരെല്ലാവരും തല കുനിച്ച് കുമ്പിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം മുത്തശ്ശൻ വളരെ ഷൗട്ട് ചെയ്താണ് മുത്തശ്ശനും നിൽക്കുന്നത്. കാരണം വെച്ചാൽ അവരെ കുടുംബത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും അവർ അനുവദിക്കില്ല. മക്കളുടെ മക്കളും ആണെങ്കിലും തെറ്റ് കണ്ട ഏതാളാണെങ്കിലും മുത്തശ്ശൻ താക്കീത് ചെയ്ത് വിലക്കി തന്നെ നിർത്തുന്ന ഒരു വ്യക്തിയാണ്. അനന്തപുരി തറവാട്ടിലെ മൂർത്തി എന്ന് പറയുന്ന ആൾ ഒരു വാക്കേ ഉള്ളൂ, ആ വാക്ക് അനുസരിച്ച് തന്നെയാണ് അവിടെ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രൗഢിയും ആ ഒരു സ്ഥാനവും അദ്ദേഹത്തിന് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്നിങ്ങനെ നിൽക്കുകയാണ്. സംഭവം ആരാണ്? നമ്മുടെ അതിഥികളിങ്ങ് എത്തുകയാണ്. ആരൊക്കെ? നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും വലിയ സന്തോഷത്തോടെ. കാരണം വെച്ചാൽ അനന്തപുരിയിലെ കാർണൂർ തന്നെ നമ്മളെ വിളിച്ചല്ലോ. അപ്പോൾ മോക്ക് സമ്മാനങ്ങൾ വില പിടിച്ച സമ്മാനങ്ങൾ കൂടെ കരുതി വെച്ചൊക്കെയാണല്ലോ. അതൊക്കെ മേടിക്കാൻ ഓടിച്ചാടി സന്തോഷത്തോടെ കുണുങ്ങി വരികയാണ്. പക്ഷേ വന്നു കഴിഞ്ഞതോട് അവരാ വരുന്നതും ഈ എപ്പിസോഡ് ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ 1 മണിക്കൂർ ഒരു എപ്പിസോഡെന്ന് പറയുന്നത് അതിഗംഭീരമായ എപ്പിസോഡാണ്. അപ്പോൾ ഇനി വരും ദിവസത്തെ എപ്പിസോഡ് നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ. തകർത്തു വാരും. അനന്തപുരി തറവാട്ടിലെ മൂർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് അന്നേരം കണ്ടറിയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ. ഏകദേശം 1 മണിക്കൂറോളം നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനപ്പോൾ അത് വളരെ ഒത്തിരി ലെങ്ത് ഒന്നും വരാണ്ട് നീട്ടാണ്ട് എൻ്റെ മെയിൻ ഇൻട്രോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രൊമോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു, ബൈ.